മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഈ ടോക്ക് ക്ലബ്. രാവിലെ ഒരു 7 മണി ആയിട്ടേ ഉള്ളൂ ഇവിടെ. അയ്യോ ചായ 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 മുത്തേ. ആര്യങ്കുട്ടൻ ദേ ബെഡിൽ നിന്ന് ഉറങ്ങി എണീറ്റിട്ട് നേരെ ഇങ്ങ് പോന്നിരിക്കണം. ഉറങ്ങാണല്ലോ എന്ന് എഴുതിയിട്ടാണ് ഞങ്ങൾ ഇന്ന് രാവിലെ ഷൂട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ ദേ രാജാവ് എണീറ്റിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് അല്ലേ? വായ കഴുകില്ലല്ലോ? അതില് അപ്പയ്ക്ക് കാണുള്ളൂ. പല്ല് തേച്ചില്ലല്ലോ? ശരി, അപ്പൊ ഒന്ന് അതിൽ കാണിച്ചു നോക്കോ എങ്ങനെയാന്ന്. ഇന്ന് നമുക്ക് ആവശ്യങ്ങൾ ഇങ്ങനെ മാറി മാറി വരും ഒരാളുടെ. നല്ല മഴയുള്ള മോർണിംഗ് ആണ്. ഇന്നലെ രാത്രി തൊട്ട് നല്ല മഴ പെയ്യാൻ തുടങ്ങി. ത്രൂ ഔട്ട് നൈറ്റ് മഴ പെയ്തു. രാവിലെ ഇതാ എണീക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ആദ്യമായിട്ട് AC ഇല്ലാണ്ട് കിടന്നുറങ്ങി. മഴ പെയ്തപ്പോൾ ഒരു സമാധാനം. എൻ്റെ ദൈവം ഇനി കറണ്ടും ഇല്ലൊക്കെ ഇനി കുറഞ്ഞോളൂ അല്ലേ? അപ്പം അങ്ങനെ രാവിലെ ഒരു ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഈ ടോക്ക് ലവ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെയാണ് ഈ ടോക്ക് ലവ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ടോക്ക് ലവില് ഞാൻ എൻ്റെ ബാക്ക് പെയിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ പേര് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോൻ്റെ താഴെ. ചില കമൻസൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം വന്നു കേട്ടോ. കാരണം എനിക്കറിയാം ആ അവസ്ഥ. ട്രീറ്റ്മെൻറ്റിന് പോകാൻ സമയമില്ല, പറ്റുന്നില്ല, അതിനുള്ള സാഹചര്യം ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് യെസ്. അപ്പോൾ എന്തായാലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെങ്കിലും ഉത്തരം പറഞ്ഞുതരാമെന്ന് ഞാൻ വിചാരിച്ചു. അതിലെ ഒരു ചോദ്യം കുറേ പേര് ചോദിച്ചിരിക്കുന്നത്, ഇത് ഏത് ആയുർവേദിക് സെൻ്ററാണ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ആയുർവേദിക് സെൻറ്റർ ആൻഡ് വേർ ഇസ് ഇറ്റ്, നോട്ട് ഇൻ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജൂലിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ജൂലി ആയുർവേദിക് സെൻറ്റർ അല്ല, അതൊരു ആയുർവേദ ഹോസ്പിറ്റലാണ്. കോട്ടയ്ക്കൽ ആയുർവേദശാല ഹോസ്പിറ്റലാണ് തൃക്കാക്കരയിലുള്ളത്. കൊച്ചിയിലുള്ളത്, കാക്കനാടാണ് തൃക്കാക്കര. അവിടെ നമ്മൾ നേരത്തെ വിളിച്ചിട്ട് ബുക്ക് ചെയ്യണം. അഡ്മിറ്റഡ് ആവുകയാണെങ്കിൽ ഡോക്ടറെ പോയിട്ട് ആദ്യം കൺസൾട്ട് ചെയ്യണം, നമ്മുടെ ഇഷ്യൂസൊക്കെ പറയണം. സോ അവർ ഡിസൈഡ് ചെയ്യും അഡ്മിറ്റ് ആവണോ വേണ്ടയോ, അഡ്മിറ്റ് ചെയ്യാണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനങ്ങനെ പോയിട്ട് കാണിച്ചിട്ട് എൻ്റെ അടുത്ത് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞുകൊണ്ട് അഡ്മിറ്റ് ആയതാണ്. കുറേ കാലത്തിന് ശേഷം ഇവിടെ ഇങ്ങനെ നല്ല മഴ പെയ്യാണ്. ഇങ്ങനെ മഴ പെയ്യുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ആ വെതറൊക്കെ ഒന്ന് മാറിയപ്പം വ്ളോഗ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമൊക്കെ വന്ന് തുടങ്ങിയത്. അതാണ് രാവിലെ തന്നെ ഓടിപ്പിടിച്ചിട്ട് ഈ ടോക്ക് ലവ് ഷൂട്ട് ചെയ്യാന്നുള്ളൊരു മൂഡ് എനിക്ക് കിട്ടിയത്. പുറത്ത് മഴയുടെ ഈ ശബ്ദമൊക്കെ കേട്ടപ്പോഴാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. അപ്പം വേഗം പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരാം, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. എനിക്കുണ്ടല്ലോ നല്ലോണം ഹെയർ ഫോൾ ഉണ്ട്. സോ ഞാനൊരു ആൻറ്റി ഹെയർ ഫോൾ റേഞ്ച് ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതെൻ്റെ ഹെയർ നല്ലോണം ഡ്രൈ ആക്കി. അപ്പോൾ ഞാനിങ്ങനെ റിസർച്ച് ചെയ്യുകയാണ് ഒരു നല്ല ആൻറ്റി ഹെയർ ഫോൾ ഷാമ്പൂ കിട്ടുക. അത് നമ്മുടെ ഹെയർ സോഫ്റ്റ് ആൻഡ് നറിഷ് ചെയ്തിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ഷാമ്പൂ ആണെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ? ബീബ്ലൻ പ്രസൻസ് ഈസ് ഹെയർ ഫോൾ കൺട്രോൾ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ. ഇതിൽ പീ പ്രോട്ടീൻ ആൻഡ് കഫൈൻ ഉണ്ട്, വിച്ച് വിൽ റെഡ്യൂസ് ഹെയർ ഫോൾ ബൈ അപ് ടു 93%. ബീ ബ്ലണ്ടിന് ഒരു ഹെയർ ഫോൾ കൺട്രോൾ സ്കാൽപ്പ് ഹെയർ ടോണിക് കൂടെ ഉണ്ട്, വിച്ച് ഇംപ്രൂവ്സ് ഹെയർ ഗ്രോത്ത് ബൈ ഓവർ 60% ഇൻ ജസ്റ്റ് 56 ഡേയ്സ്. കൂടാതെ ഇതിന്റെ കൂടെ ഒരു ഹെയർ ഫോൾ ഹെയർ മാസ്ക് ആൻഡ് ഹെയർ ഫോൾ ഹീറ്റ് സ്പാ മാസ്ക് കൂടെ വരുന്നുണ്ട്. ഹെയർ ഒന്ന് വെറ്റ് ചെയ്തിട്ട് നമുക്ക് ബീ ബ്ലണ്ടിന്റെ ഹെയർ ഫോൾ കൺട്രോൾ ഷാംപൂ അപ്ലൈ ചെയ്യാം. ഇത് ഹെയർ ഫോൾ അപ് ടു 93% റെഡ്യൂസ് ചെയ്യും. ഇതിൽ ഷൈൻ ടോണിക് ഉണ്ട്, അത് നമ്മുടെ ഹെയറിന് ഒരു സ്പെക്ടാക്കുലർ ഷൈൻ തരും. ഡിസൈൻഡ് ബൈ എക്സ്പെർട്ട് ഹെയർ പ്രൊഫഷണൽസ് ടു ഗിവ് സലോൺ ലൈക്ക് ഹെയർ അറ്റ് ആൻ അൺബിലീവബിൾ പ്രൈസ് ഓഫ് 399. ഇത് SLS ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. ഇനി നമുക്ക് ബീ ബ്ലണ്ടിന്റെ ഹെയർ ഫോൾ കൺട്രോൾ ഹീറ്റ് ഹെയർ സ്പാ മാസ്ക് അപ്ലൈ ചെയ്യാം. ഇതിലുള്ള പീ പ്രോട്ടീന്റെ പവർ ഹൗസ് ആണ് കേട്ടോ. ഇതിലുള്ള എസെൻഷ്യൽ മിനറൽസ് കെരാറ്റിൻ റീബിൽഡ് ചെയ്യാനും ഡാമേജ്ഡ് ഹെയർ റിപ്പയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് റിവൈവ്സ് ലിംപ് ഹെയർ ടു ഇറ്റ്സ് ക്രൗണിംഗ് ഗ്ലോറി വിത്ത് റെഗുലർ യൂസ്. ഇതിലുള്ള കഫൈൻ നമ്മുടെ ഹെയർ നറിഷ് ചെയ്തിട്ട് റൂട്ടിന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഈ സെൽഫ് ഹീറ്റിംഗ് ക്യാപ്പ് ഇടാട്ടോ. ഈ ഹീറ്റിംഗ് ക്യാപ്പ് ഇട്ടുകൊണ്ട് തന്നെ നമ്മളുടെ സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഫോർ നറിഷ്ഡ് ആൻഡ് ഹെൽത്തി ഹെയർ. ഒരു 5 മിനിറ്റ് ലീവ് ചെയ്ത ശേഷം നമുക്ക് ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യാം. ഇത് കണ്ടോ, ഹെയർ ഫോൾ വിസിബിളി കുറഞ്ഞു കേട്ടോ വാഷിന് ശേഷം. ടവൽ ഡ്രൈ ചെയ്ത ശേഷം ഞാൻ ഹെയർ ഫോൾ കൺട്രോൾ സ്കാൽപ്പ് ടോണിക് അപ്ലൈ ചെയ്യുകയാണ്. ഇത് നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ആൻഡ് ഇംപ്രൂവ്സ് ഹെയർ ഗ്രോത്ത് ബൈ ഓവർ 60% ഇൻ ജസ്റ്റ് 56 ഡേയ്സ്. സോ മൈ ഡിയേഴ്സ്, ബീ ബ്ലണ്ടിന്റെ ആന്റി ഹെയർ ഫോൾ റേഞ്ച് ട്രൈ ചെയ്ത് നോക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് യൂസ് മൈ കൂപ്പൺ കോഡ് NIMMI2024 ടു ഗെറ്റ് 20% ഓഫ് ഓൺ ബീ ബ്ലണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ്. ബീ ബ്ലണ്ടിന്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിൾ എന്നിവയിൽ അവൈലബിൾ ആണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നമുക്ക്. അപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ 2 എഗ്ഗും പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും ഉണ്ടാവും.
സാധാരണ 2 എഗ് വൈറ്റ് കഴിച്ചാൽ മതി, പക്ഷേ എനിക്ക് വയറ് ഫില്ലാവില്ല. അപ്പോൾ ഞാൻ നിറയെ ഫ്രൂട്ട്സ് കഴിക്കുന്ന വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഫില്ലിംഗ് ആയ ഫീൽ ഉണ്ടാവില്ലേ. പിന്നെ എന്ത് പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തു ഹെയർ ഫോളിന് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. മുടി കൊഴിയാതിരിക്കണമെങ്കിൽ നമ്മൾ നല്ലോണം പ്രോട്ടീൻ കഴിക്കണം ഇൻടേക്ക് ആയിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നടുവേദന ഉള്ളത് കൊണ്ട് ജിമ്മിലൊന്നും ഇപ്പോൾ പോകാൻ പറ്റില്ല തൽക്കാലം. ബട്ട് മീൻ വെയിൽ എനിക്ക് എന്തെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലത്തെ കുഞ്ഞു കുഞ്ഞു ഡയറ്റൊക്കെ പരീക്ഷിച്ച് നോക്കുകയാണ്. റിസൾട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരും. ഒരു വീഡിയോ ഞാൻ അതിനെപ്പറ്റി ചെയ്യും. അപ്പം യെസ്, നല്ല പഴുത്ത നല്ല മണമുള്ള പപ്പായ എനിക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് രാവിലെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉണ്ണി മുകുന്ദൻ ഒരു ഇൻ്റർവ്യൂവിൽ എഗ്ഗ് കഴിക്കുന്ന കണ്ടു. എഗ്ഗ് ഇങ്ങനെ നടുവിലെ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്രൂട്ട് വെച്ചിട്ട് അത് പരീക്ഷിച്ച് നോക്കിയാലോ നമുക്ക്. ഉണ്ണി മുകുന്ദൻ്റെ ഫേമസ് ആയ എഗ് ഫ്രൂട്ട് സാൻഡ്വിച്ച് ഞാൻ കഴിച്ചു നോക്കട്ടെ. അതായത് എഗ്ഗിൻ്റെ നടുവിൽ ആൾ ഫ്രൂട്ട് കഴിക്കും. ഞാനൊരു ഇൻ്റർവ്യൂവിൽ കണ്ടതാണ് ഗൈസ്. കഴിച്ചു നോക്കട്ടെ കേട്ടോ. അയ്യോ, ഇതെല്ലാം കൂടെ എൻ്റെ വായിൽ പിടിക്കില്ലല്ലോ. അശ്വതി മോഹനൻ്റെ ചോദ്യമാണ്. ഹായ് അശ്വതി, റീസൺ എന്താണ് ഡോക്ടർ പറഞ്ഞത് ഫോർ ദിസ് ബാക്ക് പെയിൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. എന്താണ് പ്രോബ്ലം? പോസ്റ്റ്മോർട്ടം റിലേറ്റഡ് ആണോ, പ്രഗ്നൻസി റിലേറ്റഡ് ആണോ? പിന്നെ നമുക്ക് എല്ലാവർക്കും ജനറലി ഉള്ളൊരു സംശയമാണ്, എന്താണ് ഈ കുട്ടി ഉണ്ടായിട്ട് ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ബാക്ക് പെയിൻ വരുന്നത് എന്നുള്ളത്. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ തീർച്ചയായിട്ടും നമ്മൾ ബാക്ക് പെയിൻ ഒരു മെയിൻ റീസൺ ആണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പ്രഗ്നൻസി ടൈമിലൊന്നും എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നില്ല. ഡെലിവറി കഴിഞ്ഞ് ഒരു 2 വർഷത്തേക്ക് ഇതിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതെനിക്ക് കൂടുതൽ ഫീൽ ചെയ്ത് തുടങ്ങിയത് മോനൊരു 2.5 വയസ്സ് 3 വയസ്സായ സമയത്താണ് കൂടുതൽ ബാക്ക് ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഡോക്ടറെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ പറയുന്നത്, നമ്മൾ കുഞ്ഞിനൊരു 2.5-3 വയസ്സുണ്ടാകുമ്പോൾ നമ്മൾ കുഞ്ഞിനെ റെഗുലറായിട്ട് ലിഫ്റ്റ് ചെയ്യും, അവിടെ നിന്ന് ഇങ്ങനെ പൊക്കിയെടുത്തു ഒക്കെ തിരുത്തി നമ്മൾ എടുത്ത് നടക്കും. അപ്പം നമുക്ക് ഓരോരോ അവരുടെ ഡെയിലി റുട്ടീനിലും നമ്മൾ അവരെ എടുക്കുന്നുണ്ട്. നമ്മൾ പുറത്ത് പോകുമ്പോൾ അവരുടെ അടുത്ത് നടക്കുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ല. ഇപ്പം നമുക്കത് കുഞ്ഞാണ്, നമ്മുടെ കുഞ്ഞിന് ഇത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 3 year old ബേബിയുടെ വെയിറ്റ് നമ്മൾ റെഗുലറായിട്ട് ഒരു ഒക്കത്തെടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്, അല്ലെങ്കിൽ കയ്യിലെടുത്ത് ഇങ്ങനെ നടക്കുകയാണ്, അവരെ ലിഫ്റ്റ് ചെയ്യുന്നു. നമ്മൾ മോർണിംഗ് ടു നൈറ്റ് നമ്മൾ പല ഈവൻ അവരെ ടോയ്ലറ്റ് സീറ്റിൽ ഇരുത്താൻ, അവരെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് പൊക്കി കട്ടിൽ നിർത്തി ഒന്ന് തല തോർത്തി കൊടുക്കാൻ, അല്ലെങ്കിൽ മേല് തോർത്തി കൊടുക്കാൻ, അവരെ ഫുഡ് കഴിക്കാൻ ടേബിളിൽ ഇരുത്താൻ നമ്മളിങ്ങനെ പൊക്കി ഇരുത്തുന്നു. അപ്പം അങ്ങനെ നമ്മളുടെ ഡെയിലി റുട്ടീനിൽ ഈ ലിഫ്റ്റിങ്ങും എടുക്കലും നടക്കലും ഒക്കെ കൂടി വന്നപ്പം വരുന്ന പ്രശ്നമാണ് അതിൻ്റെ കൂടെ നമ്മുടെ വർക്കും. പിന്നെ പ്രഗ്നൻസി ടൈമിൽ നമ്മളൊരു ബേബീനെ ഇങ്ങനെ നമ്മുടെ വയറ്റിൽ വെക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ബാക്കിനെ തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ആ ബേർത്തിങ് എന്നുള്ള പ്രോസസ്സ് കൂടി ഗോ ത്രൂ ചെയ്യുന്നതും ചിലപ്പോൾ നമ്മുടെ ബാക്കിന് ഇതൊക്കെ താങ്ങാനുള്ള ഒരു മസിൽ സ്ട്രെങ്ത്ത് ഉണ്ടായിന്ന് വരില്ല. അപ്പം ഗ്രാജ്വലി വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബാക്ക് പെയിൻ്റെ, പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ക് പെയിൻ, ഇല്ലെങ്കിൽ കുഞ്ഞിന് ഒരു 2-3 years ആകുമ്പോൾ വരുന്ന ബാക്ക് പെയിൻ്റെ ഒക്കെ ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മസിൽ സ്ട്രെങ്തനിങ് ട്രെയിനിങ് ഒക്കെ ഡെലിവറി കഴിഞ്ഞ ഉടനെ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ എനിക്കതിനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ട്രൈ ചെയ്തു കുറേ പ്രാവശ്യം ജിമ്മിൽ പോകാൻ, പക്ഷേ അത് റെഗുലറായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടി ഓണസ്റ്റ്ലി എനിക്ക് പറ്റിയില്ല. ഐശ്വര്യയുടെ ഒരു ചോദ്യം ഞാൻ വായിക്കാൻ എടുത്തു വെച്ചായിരുന്നു. എൻ്റെ ഹോസ്പിറ്റൽ വ്ളോഗിൻ്റെ താഴെ ഒരുപാട് കമൻസ് ഉണ്ട് ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ട്. സിൻസ് 2 years ഐ എം ഓൾസോ സഫറിങ് ഫ്രം L4, L5 disc bulge. I'm also undergone Ayurveda treatment for 47 days since my condition was very chronic. Now I am pregnant and again I am suffering from disc bulge. Can you do a video regarding the treatment, recovery, exercise? എനിക്ക് പറയാനുള്ളത്, ഈ ഒരു 14 days ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ വേദന മാറോ എന്ന് ചോദിച്ചാൽ വേദനയ്ക്ക് നല്ല കുറവുണ്ടാകും. പക്ഷേ ഈ 14 days നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഐശ്വര്യ ഇത്രയും 14 days നമ്മൾ കിടന്ന് റെസ്റ്റ് എടുക്കണം വീട്ടിൽ. അതിനുള്ള സാഹചര്യം കൂടി നമ്മൾ ഒരുക്കിയിട്ടേ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ കിടക്കണം എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് പറഞ്ഞ് വിട്ടതാണ്. എനിക്ക് ബെറ്ററാണ്. പിന്നെ എണ്ണ കുഴമ്പ് ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ തേച്ച് കുളിക്കണം. ഈ ഒരു 14 days കുളിക്കാനൊക്കെ തന്നിട്ടുണ്ട്. എനിക്ക് 1 മാസത്തേക്ക് തന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ അണ്ടർ മെഡിക്കേഷനാണ് ഞാൻ. രാവിലെയും വൈകിട്ടും മെഡിസിൻ ഉണ്ട്. അത് 30 ദിവസത്തേക്കുള്ള മെഡിസിൻ ഡോക്ടർ തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇറ്റ്സ് എ ഹോൾ പ്രോസസ്സ്. എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കംപ്ലീറ്റ് ആയിട്ട് പോവോ ഇല്ലയോ എന്നുള്ളത്. പോകുമെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. പക്ഷേ ഇപ്പം ഞാൻ അണ്ടർ മെഡിക്കേഷനിലാണ്. പ്രീഷയുടെ ചോദ്യമാണ്, ചേച്ചി സുഖമായോ, അഫോർഡബിൾ ആയിട്ടുള്ള ബില്ലാണോ, ബില്ല് എത്രയായി? അപ്പോൾ ഇതേ ചോദ്യം 1-2 പേര് വേറെയും ചോദിച്ചിട്ടുണ്ട്. ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 14 ദിവസം
അവിടെ അഡ്മിറ്റഡ് ആയിട്ട് എവറി ഡേ ഡോക്ടർ വന്ന് നോക്കി രാവിലെയും വൈകിട്ടും ഉഴിച്ചിലും ബാക്കി അവർ പറയുന്ന മെയിൻ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് 2-3 തെറാപ്പിസ്റ്റൊക്കെ വന്നിട്ട് നമുക്ക് നല്ലോണം ഒഴിഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നത് വളരെ വർത്തായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആണ് അവിടെ നിന്ന് ചെയ്യുന്നത്. സോ എനിക്കൊരു 1 lakh+ ആയി ട്രീറ്റ്മെൻറ്റിന് എല്ലാം കൂടെ. ആൻഡ് അതിന് എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, എനിക്കത് ക്ലെയിം ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. മേ ബി ഒരു 1 month അത് റീംബേഴ്സ് ആകും. ഹസ്ന ഹാഷിം ചോദിച്ചിരിക്കുന്നത്, ഹായ് ഹസ്ന, എനിക്കും ഇതേപോലെ തന്നെ നടുവേദന കംപ്ലയിൻറ്റ് ഉണ്ട് കേട്ടോ. 14 days കിടക്കാൻ പറഞ്ഞു. മോൻ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് വന്നിട്ടേ കാര്യമുള്ളൂ എന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 24 വയസ്സായിട്ടേ ഉള്ളൂ. ഡെലിവറി കഴിഞ്ഞ് റെസ്റ്റ് കിട്ടിയില്ല. മോൻ ഉറങ്ങാറേ ഇല്ല. അതുകൊണ്ട് നടു ഡാമേജ് ആയി. ഭയങ്കര പെയിനാണ്. നിമ്മി ചേച്ചിക്ക് ഇപ്പോൾ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താ പറയുക, നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്തും എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തൊരു സമയമുണ്ട്. ഇപ്പോൾ ഫീഡ് ചെയ്തിട്ട് കുഞ്ഞിനെ ഇങ്ങനെ തിരിച്ചിട്ട് ഇപ്പുറത്തേക്ക് കിടത്തുമ്പോൾ സത്യം പറഞ്ഞാൽ അപ്പം തൊട്ടാണ് എനിക്ക് പെയിൻ ഇങ്ങനെ വിസിബിളായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയത്. എനിക്ക് ഇവനെ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് കിടത്തുമ്പം ആ ലിഫ്റ്റിംഗ് പ്രോസസ്സ് ഭയങ്കര പെയിൻഫുൾ ആയി തുടങ്ങി. പിന്നെ നമ്മളുണ്ടല്ലോ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുഞ്ഞ് രാത്രി 2 മണിക്കൊക്കെ എണീറ്റിട്ട് കുപ്പിപ്പാൽ വേണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒറ്റ എണീക്കലാണ് ബെഡിൽ നിന്ന്. ഇങ്ങനെ ഈ അമ്മമാർ ആ എണീക്കൽ എന്ന് വെച്ചാൽ അപ്പം തന്നെ നമുക്ക് പണി കിട്ടും. സാധാരണ പറയാറ് ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വളരെ ഗ്രാജുവലി മാത്രമേ നമ്മുടെ മസിലിൽ തിരിച്ചിട്ട് ഒന്ന് ശരിയാവുള്ളൂ. അപ്പം നമ്മൾ സൈഡൊക്കെ തിരിഞ്ഞ്, പ്രത്യേകിച്ച് നടുവേദന ഉണ്ടാകുമ്പോൾ സൈഡ് ചെരിഞ്ഞ് കൈ കുത്തിയിട്ട് കയ്യിൽ ബലം കൊടുത്തിട്ട് വേണം എണീക്കാൻ. ഇങ്ങനെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ ഡയപ്പറൊക്കെ മാറ്റാൻ എണീക്കലും ഒക്കെ കൂടി എനിക്കിപ്പോൾ ആൾ പറയുന്നത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് വന്നിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. ബിക്കോസ് കുഞ്ഞിനെ എടുക്കാതിരിക്കാൻ പറ്റില്ല. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുഞ്ഞിനെ എങ്ങനെയാണ് ഒരു അമ്മ എടുക്കാതിരിക്കുക, എനിക്കത് തീർച്ചയായിട്ടും മനസ്സിലാവും. പിന്നെ രാത്രി ഉറങ്ങാറില്ല കുഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രെസ് ലെവൽ എന്താണെന്നും എനിക്കറിയാം. 24 വയസ്സായിട്ടേ ഉള്ളൂ. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു വിഷമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കൂടി ഗോ ത്രൂ ചെയ്ത് വന്നത് കൊണ്ടും ഇതൊക്കെ കേൾക്കുമ്പം ഒരു വിഷമമുണ്ട്. അപ്പം അഷ്ന, എനിക്ക് പറയാനുള്ളത് പെട്ടെന്ന് തന്നെ ശരിയാവട്ടെ. ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞ ഉടനെ തന്നെ പോയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം കേട്ടോ. എന്നിട്ട് കംപ്ലീറ്റ് റെസ്റ്റ് എടുത്ത് മാറ്റണം. കാരണം നമ്മൾ ഇതിന് നമ്മുടെ ഈ ഒരു ബോഡിയിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ, സമയവും എമൗണ്ടും നമ്മൾ റിക്കവറിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ഓടുമ്പോൾ ഒന്ന് കൂടെ ഓടാൻ പോലും നമുക്ക് പറ്റില്ല. ഇടയ്ക്കൊക്കെ നമുക്കൊരാഗ്രഹം വരില്ല ഒന്ന് എടുക്കണം എന്നൊക്കെ. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു സങ്കടം. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ഒന്ന് കുഞ്ഞെണിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ ഒരു പ്രായത്തിൽ നമ്മൾ എന്ത് ചെയ്യും? സോ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തുക, ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുക. പതുക്കെ മാറും. ഒറ്റയടിക്ക് മാറിയില്ലെങ്കിലും അണ്ടർ മെഡിക്കേഷൻ നമ്മൾ കറക്റ്റായിട്ട് മെഡിക്കേഷൻ എടുക്കുക, റെസ്റ്റ് എടുക്കുക, തീർച്ചയായിട്ടും മാറും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം അതായത് ഈ ഒരു 14 days ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ 14 days റെസ്റ്റ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ ഫിസിയോ സ്റ്റാർട്ട് ചെയ്യും. സോ ദാറ്റ് മസിൽസൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യണ പോലത്തെ ഉള്ള ചെറിയ ട്രെയിനിങ്, ഫിസിയോതെറാപ്പി എനിക്ക് തീർച്ചയായിട്ടും ഒരു 1 month എനിക്ക് ചെയ്യണം. ഫിസിയോ 1 month കഴിഞ്ഞാൽ ഞാൻ പതുക്കെ വളരെ സ്ലോലി ഒരു തിരക്കുമില്ലാണ്ട് ജിമ്മ് സ്റ്റാർട്ട് ചെയ്യും. അതായത് മസിൽ സ്ട്രെങ്തനിങ്, അല്ലാതെ ലിഫ്റ്റിംഗ് ഒന്നും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതും അങ്ങനത്തെ ഒന്നുമല്ല. എൻ്റെ മസിൽസ്, ബാക്ക് മസിൽസും കാര്യങ്ങളൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള കോർ സ്ട്രെങ്തനിങ് ട്രെയിനിങ് ഒക്കെ ഞാൻ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സോ മൈ ഡിയേഴ്സ്, ഓൺ ദിസ് നോട്ട് ഈ ടോക്ക് ലവൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. ലോട്ട്സ് ഓഫ് ലവ്. ബൈ ബൈ.